ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ജോയൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ഒരു ബോയ മൈക്കിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമായിരുന്നു. കാണാത്തവർ ഒന്ന് പോയി കണ്ടേക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് RGB ലൈറ്റ് സ്റ്റിക്കിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ഇതിൻ്റെ പാക്കിംഗ് വന്നിരിക്കുന്ന ഒരു കാർഡ്ബോർഡിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് പൊതിഞ്ഞ് വളരെ സേഫ് ആയിട്ടാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് അതിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ്. പിന്നുള്ളത് അതിൻ്റെ ബില്ലും. നമ്മളിനി അതിൻ്റെ പാക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷമായി അകത്തെ കവറ് നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടോ, ആരെങ്കിലും റിട്ടേൺ അടിച്ച പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമായിട്ട് അകത്തെ ലൈറ്റ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ അതൊരു സേഫായിട്ടുള്ള ഒരു സ്പോഞ്ച് കവറിലിട്ട് ലൈറ്റിൻ്റെ കവറിലാണ് നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ നമ്മളതെടുത്ത് വെളിയിൽ വെച്ചിട്ട് കൂടെ ഒരു റിമോട്ടുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു C-ടൈപ്പ് ചാർജിങ് കേബിളും നമുക്ക് കിട്ടുന്നു. കൂടാതെ എല്ലാ പ്രോഡക്റ്റിലും ഉള്ളതുപോലെ ഒരു മാനുവലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ LED ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈറ്റിൻ്റെ ആ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ലൈറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡ് നമുക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കാൻ, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലൈറ്റ് നമുക്ക് തറയെ വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ലൈറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് പ്രധാനമായിട്ടും 5 ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഈ നടുക്ക് ഭാഗത്താണ് അതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. പിന്നുള്ള 4 ബട്ടൺ എന്ന് പറയുന്നത് അത് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണും മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടണുമാണ്. പിന്നെ വരുന്ന 2 എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന ഒരു പ്ലസ് മൈനസ് ബട്ടണോടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 കളറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന 3 കളറാണ് മെയിനായിട്ട് ഇത് വരുന്നത്. ബാക്കി ഇതിൻ്റെ മോഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും 5 മോഡ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഇഷ്ടമുള്ള മോഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ റീൽസിലും നമ്മുടെ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതിലായാലും ഒക്കെ ഈ ലൈറ്റ് നമുക്ക് യൂസ്ഫുള്ളാണ്. അത് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഓവറോൾ ക്വാളിറ്റിയെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ വരുന്നതെന്ന് പറഞ്ഞാൽ 20 വോൾട്ടാണ്. ഇതിൻ്റെ ബീം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ്സോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലൈറ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയുടെയും പിക്സിൻ്റെയൊക്കെ ക്വാളിറ്റി ഒന്നുകൂടെ ഒന്ന് ഇൻക്രീസ് ആക്കാൻ ഈ ലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്